അപ്പോൾ നമ്മൾ ഇനി ചാപ്റ്റർ നമ്പർ 6 വരികയാണ്. ചാപ്റ്റർ നമ്പർ 6 വന്നു കഴിഞ്ഞാൽ കംപ്ലീഷൻ മെമ്മറാണ്ടമാണ് ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ. കംപ്ലീഷൻ മെമ്മറാണ്ടം ഈസ് ഹെൽപ്ഫുൾ ആസ് പാർട്ട് ഓഫ് ഓൾ ഡോക്യുമെന്റേഷൻ എക്സ്പ്ലെയിൻ. അപ്പോൾ എന്തായിരുന്നു കംപ്ലീഷൻ മെമ്മറാണ്ടെന്ന് ഓർമ്മ ഉണ്ടോ? കംപ്ലീഷൻ മെമ്മറാണ്ടെന്ന് പറഞ്ഞാൽ അഗെയിൻ വലിയ കമ്പനികളൊക്കെ ആകുമ്പോൾ ആ കമ്പനികൾ അവരുടെ ഡോക്യുമെന്റേഷൻ്റെ ഭാഗങ്ങൾ ഒരു സമ്മറൈസ്ഡ് ഫോമിൽ പ്രിപ്പയർ ചെയ്യും. എന്നിട്ട് അവർ ഫൈൻഡ് ഔട്ട് ചെയ്തിരിക്കുന്ന സിഗ്നിഫിക്കൻ്റ് ആയ ഇഷ്യൂസ് എന്തൊക്കെയാണെന്നൊക്കെ അവർ നോട്ട് ചെയ്യും. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക, കംപ്ലീഷൻ മെമ്മറാണ്ടം. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കമ്പനീസിന് അല്ലെങ്കിൽ വലിയ കമ്പനീസിൻ്റെ വോട്ടും കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. അല്ലെങ്കിൽ ആ കാര്യങ്ങൾ ഫുള്ളും നോക്കുന്നതിന് പകരം അല്ലെങ്കിൽ ആ എന്തൊക്കെയാണ് ഓർഡർ ഫൈൻഡ് ചെയ്തതെന്ന് ഫുള്ളും നോക്കുന്നതിന് പകരം എന്ത് നോക്കിയാൽ മതി, ഈ കംപ്ലീഷൻ മെമ്മറാണ്ടം നോക്കിയാൽ മതി. ഇറ്റ് വിൽ ബി യൂസ്ഫുൾ. അപ്പോൾ നോക്കാം. Completion memorandum or audit document summary. Auditor may consider it helpful to prepare and retain as part of audit documentation a summary, sometimes known as completion memorandum, that describe significant matters identified during audit, how they were addressed. Such a summary may facilitate effective and efficient review and inspection of audit documentation, particularly for large and complex audits. Further, preparation of such a summary may assist auditors' consideration of significant matters. It may also help auditor to consider whether there is any individual relevant essay objective that auditor cannot achieve that would prevent auditor from achieving overall objectives of the auditor. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാതിരുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഓഡിറ്റ് ചെയ്യുന്ന നേരം നിങ്ങൾക്ക് ബുദ്ധിമുട്ടായ രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, മെൻഷൻ ചെയ്യാം. സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നിങ്ങൾ എന്താണോ ഫൈൻഡ് ചെയ്ത് ആ കാര്യങ്ങളും നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. ഇതിനെ വിളിക്കുന്നവരാണ് എന്ത്, കംപ്ലീഷൻ മെമ്മറാണ്ടം. കൈൻഡ് ഓഫ് സമ്മറി എന്ന് പഠിച്ചു വെച്ചാൽ മതി. അവിടെ പിന്നെ ഇട്ടത് ഓഡിറ്റ് ഡോക്യുമെന്റേഷൻ അല്ലെങ്കിൽ പറയാണ് വർക്കിംഗ് പേപ്പേഴ്സ് ആർ നോട്ട് ദ പ്രോപ്പർട്ടി ഓഫ് ദ ഓഡിറ്റർ. ശരിയാണോ? അല്ല, വർക്കിംഗ് പേപ്പേഴ്സ് ആർ ദ പ്രോപ്പർട്ടി ഓഫ് ദ ഓഡിറ്റർ എന്നാണ് ചാൻഡറി മാർട്ടിൻ എന്ന് പറയുന്ന കേസിനകത്ത് വന്നത്. അതായത് ഓഡിറ്ററുടെ ഡോക്യുമെന്റ് ആണ്, ഈവൻ ദോ അത് കമ്പനീനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ എഴുതിയത് എങ്കിലും അതിൽ ഉള്ള കാര്യങ്ങൾ ഒക്കെ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ആരാണ്, ഓഡിറ്ററാണ്. അതുകൊണ്ട് തന്നെ അത് ഓഡിറ്ററുടെ പ്രോപ്പർട്ടിയാണ്. എന്നാൽ ഓഡിറ്റർക്ക് അയാളുടെ ഡിസ്കഷൻ പ്രകാരം അത് എന്ത് ചെയ്യാനുള്ള പവർ ഉണ്ട്. നിങ്ങൾക്ക് വേറെ ആൾക്ക് വായിക്കാൻ കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്നതിനൊന്നും പ്രശ്നമില്ല. അറ്റ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഓഡിറ്റർ. അപ്പോൾ അവിടെ നിന്ന് സംബന്ധിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓഡിറ്റർ അടുത്ത് ക്ലയൻറ്റ് പറയാണ്, നിങ്ങൾക്ക് ഫീസ് തരണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ കംപ്ലീറ്റ് ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല, ബിക്കോസ് അത് നിങ്ങളുടെ പ്രോപ്പർട്ടിയാണ്. ദാറ്റ്സ് ഇറ്റ്. നൗ മൂവിങ് ഓൺ ടു ചാപ്റ്റർ 7. അവിടെ നമ്മൾ ആദ്യം 260 നോക്കുകയാണെങ്കിൽ അവിടെ 2-way കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഓഡിറ്റർ ആൻഡ് TCWG ഈസ് ഇമ്പോർട്ടൻറ്റ്. വൈ എന്ന് ചോദിക്കുകയാണ്. ദാറ്റ് ഈസ് അഗെയിൻ എൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഫ്രം ദിസ് പെർട്ടിക്കുലർ എസ്സേ. കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഓഡിറ്റർ അതുപോലെ തന്നെ TCWG ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ the auditor and TCWG in understanding matters related to audit in context and developing a constructive working relationship. ഓഡിറ്റർ ചോദിക്കുന്നു, TCWG മറുപടി പറയുന്നു, അല്ലെങ്കിൽ TCWG പറയുന്നതിൻ്റെ മറുപടിക്ക് നമ്മൾ സബ് ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിക്കുന്നു. അങ്ങനെ ഒരു എഫക്റ്റീവായ ഒരു കമ്മ്യൂണിക്കേഷൻ രണ്ടുപേരും തമ്മിൽ ഉണ്ടെങ്കിലാണ് ഒരു കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു വർക്കിംഗ് റിലേഷൻഷിപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് കരുതി എന്ത് കോംപ്രമൈസ് ചെയ്യരുത്, ഇൻഡിപെൻഡൻസും ഒബ്ജക്റ്റിവിറ്റി ഒന്നും കോംപ്രമൈസ് ചെയ്യാതെ ഇത് ചെയ്യണം. ഓഡിറ്റർ ഇൻ ഒബ്റ്റൈനിങ് ദോസ് ചാർജ് വിത്ത് ഗവേണൻസ് information relevant to audit. For example, those charged with the governance may assist auditor in understanding entity and environment, in identifying appropriate source of audit evidence, in providing information about specific transactions and events. ആ സ്പെസിഫിക് ആയിട്ടുള്ള ട്രാൻസാക്ഷനെ പറ്റിയിട്ടോ ഇവൻസിനെ പറ്റിയിട്ടോ ഒക്കെ ഒരു ഐഡിയ തരാൻ TCWGയും ഓഡിറ്ററും തമ്മിലുള്ള 2-way കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്യും, ഹെൽപ്ഫുൾ ആയിരിക്കും. Those charged with the governance in fulfilling responsibility to oversee FR process, thereby reducing risk of material misstatement. Again, FS പ്രിപ്പയർ ചെയ്തതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ പരസ്പരം സംസാരിച്ച് ക്ലിയർ ആക്കാനും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ച് അത് മനസ്സിലാക്കാനും അതുവഴി അവിടെ FSൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനും എന്ത് ഹെൽപ്ഫുൾ ആയിരിക്കും. 2-way കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ TCWG ആൻഡ് ഓഡിറ്റർ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആട്ടോ. ഞാനിപ്പോൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കോ. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. നെക്സ്റ്റ്, discuss documentation requirement for an auditor regarding misstatement identified during SA 450. SA 450 പറയുന്നത് ഇവാലുവേറ്റിംഗ് മിസ്സ്റ്റേറ്റ്മെന്റ്സ് ഐഡന്റിഫൈഡ് ഡ്യൂറിങ് ഓഡിറ്റ് ആണ്. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഡോക്യുമെന്റ് ചെയ്യേണ്ടത്? ഒന്ന്, എന്ത് എമൗണ്ടിന്റെ ബിലോ ആണ് ട്രീവിയൽ. അപ്പോൾ അതിന്റെ മുകളിലത് മെറ്റീരിയൽ ആയിരിക്കും. ഏത് എമൗണ്ട് താഴെയാണ് വലിയൊരു ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അക്കൗണ്ട് ചെയ്തിരിക്കുക 28,800. പക്ഷേ അവിടെ ഇതാണ് മേടിച്ച എമൗണ്ട്, പക്ഷേ അവിടെ അവർ ഇട്ടിരിക്കുന്ന എമൗണ്ട് 30,000. അപ്പോൾ ഒരു 20,000 റുപ്പീസിന് ഡിഫറൻസ് ഉണ്ട്. അത് ട്രീവിയൽ ആണോ അല്ലയോ എന്നല്ലോ അഗെയിൻ ഓഡിറ്റർ മാനേജ്മെന്റ് പറയും അത് ട്രീവിയൽ ആണ്. അപ്പോൾ ഓഡിറ്റർക്ക് നോക്കാം അത് ട്രീവിയൽ ആണോ അല്ലയോ. ട്രീവിയൽ എന്ന് പറഞ്ഞാൽ നോട്ട് വെരി ഇമ്പോർട്ടൻറ്റ്, വലിയ മെറ്റീരിയൽ എമൗണ്ട് ഒന്നും അല്ല. ഉദാഹരണത്തിന്
198 റുപ്പീസിന് ഒരാളൊരു പെറ്റി ക്യാഷ് എക്സ്പെൻസ് നടത്തിയിട്ട് അയാൾ 200 റുപ്പീസ് എടുത്തു, 2 റുപ്പീസ് തിരിച്ചു തന്നിട്ടില്ല. അപ്പോൾ തന്നെ ഭയങ്കര പ്രശ്നമൊന്നും ആക്കേണ്ട ആവശ്യമില്ലല്ലോ, അതാണ് ട്രീവിയൽ. നെക്സ്റ്റ്, ഓൾ മിസ്റ്റേറ്റ്മെന്റ് അക്കൗണ്ട് ഡ്യൂറിംഗ് ദ ഓഡിറ്റ് വെദർ ദ ഹാവ് ബീൻ കറക്റ്റഡ്. നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേറ്റ്മെന്റ്സ് കണ്ടുപിടിച്ചിട്ടുണ്ടോ, അത് കറക്റ്റ് ചെയ്യപ്പെട്ടുണ്ടോ എന്ന് വന്ന് നോക്കലാണ്, അത് നമ്മൾ ഡോക്യുമെന്റ് ചെയ്യണം. നെക്സ്റ്റ്, ഓഡിറ്റേഴ്സ് കൺക്ലൂഷൻ ആസ് ടു വെദർ അൺകറക്റ്റഡ് മിസ്റ്റേറ്റ്മെന്റ്സ് ആർ മെറ്റീരിയൽ, ഇൻഡിവിജ്വൽ ഓർ ഇൻ അഗ്രിഗേറ്റ് ആൻഡ് ബേസ് ഫോർ ദ കൺക്ലൂഷൻ. അഗെയിൻ ഓഡിറ്റർ എന്ത് കൺക്ലൂഡ് ചെയ്യുക, വെദർ അൺകറക്റ്റഡ് മിസ്റ്റേറ്റ്മെന്റ്സ് മെറ്റീരിയൽ ആണോ, ആൻഡ് മെറ്റീരിയൽ ആണെങ്കിൽ എന്ത് ബേസിലാണ് നിങ്ങളത് മെറ്റീരിയൽ ആണെന്ന് പറഞ്ഞത്. ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ നിങ്ങളുടെ ഡോക്യുമെന്റ് ചെയ്യേണ്ടത്. റൈറ്റ് ആൻഡ് സ്റ്റഡി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ്, auditor has no obligation to perform any audit procedure regarding financial statement after date of auditor's report. However, when after the date of auditor's report but before the date of FS are issued, a fact become known to auditor that it had been known to auditor at date of auditor's report may have caused auditor to amend auditor's report. Explain. ഇങ്ങനെയെല്ലാം വരുമ്പോൾ ഇത് 560 ആണെന്ന് മനസ്സിലാക്കുക. സബ്സിക്വന്റ് ഇവന്റ് ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇത് മുന്നേ അറിഞ്ഞില്ല, ഇപ്പോൾ അറിഞ്ഞു, അപ്പോൾ എങ്ങനെ അതിനെ ഡീൽ ചെയ്യേണ്ടതെന്നൊക്കെയാണ് പറയുന്നത്. നോക്കാം. 3 കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഡിസ്കസ് അമെൻമെന്റ് ആൻഡ് ഇൻക്വയർ ഹൗ മാനേജ്മെന്റ് ഇന്റൻസ് ടു അഡ്രസ് ദ മാറ്റർ. സോ നോക്കാം. ഓഡിറ്റർ അത് നേരെ ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. ഓഡിറ്റർ ഹാസ് നോ ഒബ്ലിഗേഷൻ ടു പെർഫോം ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് റിഗാർഡിംഗ് FS ആഫ്റ്റർ ഇറ്റ് വാസ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്. അപ്പോൾ ഓഡിറ്റർ സൈൻ ചെയ്തതിന് ശേഷം ഇനിയും അതിനെ പറ്റിയിട്ട് ആലോചിക്കേണ്ടതോ അതിനെപ്പറ്റി പറയേണ്ടതൊന്നും റെസ്പോൺസിബിലിറ്റി ആർക്കില്ല, ഓഡിറ്റർക്കില്ല. However, when after the date of auditor's report but before date of FS are issued, a fact become known to auditor that had been known to auditor at date of AR may have caused auditor to amend auditor's report, then auditor shall. പക്ക ആ ക്വസ്റ്റ്യൻ തന്നെ എടുത്ത് എഴുതിക്കോങ്കിൽ 2 കിട്ടും. നെക്സ്റ്റ്, നിങ്ങൾ ആദ്യം ആ മാറ്റർ ആരുമായി ഡിസ്കസ് ചെയ്യുക, മാനേജറിനെ ഡിസ്കസ് ചെയ്യുക, ആവശ്യമാണെങ്കിൽ TCWJറ്റും ഡിസ്കസ് ചെയ്യുക. സെക്കൻഡ്, ഡിറ്റർമൈൻ വെദർ FS നീഡ് അമെൻമെന്റ്. അതിനുശേഷം നമ്മൾ എന്ത് ഡിറ്റർമൈൻ ചെയ്യുക, കണ്ടുപിടിക്കുക, എന്തെങ്കിലും അമെൻമെന്റ് ആവശ്യമുണ്ടോ നോക്കുക. നെക്സ്റ്റ്, ഇൻക്വയർ ഹൗ മാനേജ്മെന്റ് ഇന്റൻസ് ടു അഡ്രസ് മാറ്റർ ഇൻ FS. എങ്ങനെയാണ് അത് FSൽ നിങ്ങൾ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നത് എന്നും കൂടെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, നോക്കണം. ഇതുവരെ ഓക്കെ ആണോ? ഫൈൻ. Next, Akash and Associate are statutory auditors of Deluxe. During the course of audit, CA Akash, engagement partner, requested management of the company to provide written representation with respect to valuation of a transaction. Management, however, does not provide same to Akash. What course of action he can do? Again, this is written representation. SA 580 mention here first. If management of Deluxe does not provide one of the written representation, ഒന്ന് discuss the matter with management. മാനേജ്മെന്റ് ചോദിക്കുക, എന്തുകൊണ്ടാണ് നിങ്ങൾ തരാത്തത്, എനിക്കിത് ആവശ്യമുണ്ടല്ലോ, എനിക്ക് മാനേജ്മെന്റ് ഒന്ന് റെപ്രസെന്റേഷൻ തരേണ്ടതല്ലേ എന്ന് ചോദിക്കുക. സെക്കൻഡ്, റീഇവാലുവേറ്റ് ഇന്റഗ്രിറ്റി ഓഫ് ദ മാനേജ്മെന്റ്. അപ്പോൾ ഇവർ ചില കാര്യങ്ങൾ തരുന്നു, ചില കാര്യങ്ങൾ തരുന്നില്ല. അപ്പോൾ ചില കാര്യങ്ങൾ തന്നതെല്ലാം ഇവർ കളവ് തന്നതാണോ, അല്ലെ ഇവർക്ക് കംഫർട്ടബിൾ ആയി മാത്രം തന്നതാണോ, നമ്മൾ റീഇവാലുവേറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ അപ്രോപ്രിയേറ്റ് സ്റ്റെപ്സ് എടുക്കും. സ്റ്റിൽ അവർ തരുന്നില്ലെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യും, മോഡിഫിക്കേഷൻ കൊടുക്കും. SA 705 അപ്ലിക്കബിൾ ആക്കും. ഇതുവരെ ഓക്കെ അല്ലേ? ഓക്കെ. ഡിസ്കസ്, റീഇവാലുവേറ്റ്, ടേക്ക് ആക്ഷൻ. നെക്സ്റ്റ്, ഞാൻ ചാപ്റ്റർ 8ലേക്ക് വന്നാൽ, LG Limited appointed CAN as the statutory. Previous year auditor gave a qualified opinion on comparative finance statement for the year ended 31/3. What will be the reporting responsibility casted on CAN when he forms an opinion and prepares auditor's report on comparatives? Answer, prior period FS audited by producer auditor. അതായത് ലാസ്റ്റ് ഇയർ ഓഡിറ്റ് ചെയ്തത് വേറെ ഓഡിറ്ററാണ്. പ്രൊഡ്യൂസർ ഓഡിറ്റർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ ഓഡിറ്റ് ചെയ്തത് വേറെ ഓഡിറ്ററാണ്. ഈ വർഷത്തെ വോട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ വന്നു. അപ്പം ഞാൻ കഴിഞ്ഞ വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ട് എന്ത് ചെയ്യണം, പെർയൂസൽ നന്നായിട്ട് ശ്രദ്ധയോടുകൂടി വായിക്കുന്നൊക്കെയാണ്. As per SA 710, FS of the prior period were audited by a producer auditor. In addition to expressing an opinion on current period FS, CAN shall state in other matter paragraph. അതായത് ഈ വർഷം എന്തായാലും ഞാൻ ഓട്ട് ഒപ്പീനിയൻ കൊടുക്കണം. അത് കൂടാതെ ഞാൻ എന്തും കൂടെ പ്രൊവൈഡ് ചെയ്യും. ദാറ്റ് FS of the prior period were audited by producer auditor. അതായത് കഴിഞ്ഞ വർഷം വോട്ട് ചെയ്തത് ഞാനല്ല, വേറൊരാളാണ് കഴിഞ്ഞ വർഷം വോട്ട് ചെയ്തത് എന്ന് ഞാൻ കൃത്യമായിട്ട് പറയും. ടൈപ്പ് ഓഫ് ഒപ്പീനിയൻ എക്സ്പ്രസ് ബൈ പ്രൊഡ്യൂസർ ഓഡിറ്റർ. എന്ത് ഒപ്പീനിയൻ ആണ് കഴിഞ്ഞ ആൾ പറഞ്ഞത്, അത് മോഡിഫൈഡ് ഒപ്പീനിയൻ ആണോ അൺമോഡിഫൈഡ് ഒപ്പീനിയൻ ആണോ എന്നും അതിന്റെ റീസൺസും. ഡേറ്റ് ഓഫ് ദാറ്റ് റിപ്പോർട്ട് അൺലെസ് ദാറ്റ് പ്രൊഡ്യൂസർ ഓഡിറ്റർ റിപ്പോർട്ട് ഓൺ പ്രൈർ പീരിയഡ് FS ഈസ് റിവൈസ് വിത്ത് FS. അപ്പോൾ എന്തെങ്കിലും റിവിഷൻ അയാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പറയും. അല്ലാത്ത പക്ഷം ഏത് ദിവസമാണ് അയാൾ അത് ചെയ്തത്. അതായത് കഴിഞ്ഞ വർഷത്തെ വോട്ട് ഞാനല്ല ചെയ്തത് എന്ന് കൃത്യമായിട്ട് ഞാൻ എന്ത് ചെയ്യാം, ഡിസ്ക്ലോസ് ചെയ്യണം. അത് മാത്രമേ ഉള്ളൂ ഇവിടെ. ഓക്കെ. പിന്നെ ഉണ്ട് കേട്ടോ, കഴിഞ്ഞ പ്രാവശ്യത്തെ FS വോട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കണ്ടു, അങ്ങനെയാണെങ്കിൽ നമ്മളത് അയാളെ കമ്മ്യൂണിക്കേറ്റും കാര്യങ്ങളൊക്കെ ചെയ്യും. അയാളത് അമെൻഡ് ചെയ്താൽ അത് ഓക്കെ ആകുന്നുണ്ട്, അമെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ആ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോയിന്റ് 710 ഉണ്ട്. ഇൻട്രസ്റ്റിംഗ് ആണ്, നിങ്ങൾക്ക് നല്ലതാണ് ഇത് പഠിച്ചു വെക്കുന്നത്. നെക്സ്റ്റ്, പ്രാക്ടീസ് ഓഫ് അപ്പോയിന്റിംഗ് CA ആസ് ജോയിന്റ് ഓഡിറ്റേഴ്സ് ഈസ് ക്വൈറ്റ് വൈഡ് സ്പ്രെഡ്. അപ്പം കാര്യമായിട്ട് ചോദിക്കുന്നത് എന്താണ് ജോയിന്റ് ഓഡിറ്റിന്റെ
അഡ്വാൻറ്റേജ് എന്നുള്ളത്. ജോയിന്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, വലിയ സ്ഥാപനമാണെങ്കിൽ, വലിയ കമ്പനി ആണെങ്കിൽ ഒരാൾക്ക് തന്നെ ഓഡിറ്റ് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ എക്സാമ്പിളാണ് സൂഡിയോ. 500 ബ്രാഞ്ച് ഇന്ത്യയിലുണ്ട്. അപ്പോൾ ഒരാൾക്ക് മൊത്തം നോക്കാൻ പറ്റുമോ? ഒരു ദിവസം മാറ്റി വെച്ചാൽ തന്നെ ഒരു കൊല്ലം കൊണ്ട് തീരില്ലല്ലോ. അപ്പം നമ്മൾ ഡിഫറൻറ്റ് ഓഡിറ്റേഴ്സിനെ, ഡിഫറൻറ്റ് ഓഡിറ്റ് ഫേംസിനെ ഈ വർക്ക് ഏൽപ്പിക്കുന്നതിനെയാണ് ജോയിന്റ് ഓഡിറ്റ് എന്ന് വിളിക്കുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പോസിറ്റീവ് വശങ്ങൾ എന്തൊക്കെയാണ്? എക്സ്പെർട്ടൈസ് ഷെയർ ചെയ്യാൻ പറ്റും, മ്യൂച്വലി കൺസൾട്ടേഷൻ നടത്താൻ വേണ്ടി പറ്റും, വർക്ക് ലോഡ് കുറക്കാൻ വേണ്ടി പറ്റും, ക്വാളിറ്റി ഇൻക്രീസ് ആക്കാൻ വേണ്ടി പറ്റും, സർവീസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ കമ്പനീൻ്റെ എന്തെങ്കിലും വർക്കുകൾ ഇവിടെ വന്നു, അപ്പോൾ ഒരാൾക്കത് ചെയ്യാൻ പറ്റുന്നില്ല, അപ്പം വേറൊരാൾക്ക് അത് ഈസിലി എന്ത് ചെയ്യാൻ പറ്റും? ടേക്ക് ഓവർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നിങ്ങളുടെ ഒരാൾ GST അടിപൊളിയാണ്, ഒരാൾ ഇൻകം ടാക്സ് അടിപൊളിയാണ്, ഒരാൾ വേറെ എന്തെങ്കിലും കോർപ്പറേറ്റ് ലോയിൽ അടിപൊളിയാണ്, അപ്പോൾ ആ വർക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എടുക്കാൻ വേണ്ടി പറ്റും. സ്റ്റാഫിൻ്റെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ടോട്ടൽ വർക്കിൻ്റെ കോസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ കേരളത്തിലുള്ളൊരു CA-കാരനാണ്. തമിഴ്നാട്ടിലൊരാൾക്ക് എന്നെ വിളിച്ചു പറഞ്ഞാൽ തന്നെ ഞാൻ പോയി ചെക്ക് ചെയ്യും, അല്ലെങ്കിൽ തന്നെ അയാൾ അവിടെ നിന്ന് ഇവിടം വരെ വരേണ്ടതൊക്കെ ഉണ്ടാവൂലേ. അങ്ങനെ പല കോസ്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറക്കാൻ വേണ്ടി പറ്റും. ഓൾസോ ഹെൽത്തി കോമ്പറ്റീഷൻ ഉണ്ടാവും. സിമിലർ ആയിട്ട് ഇതിന് ഡിസ്അഡ്വാൻറ്റേജസും ഉണ്ട്. ഫീസ് ഷെയർ ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട ഡിസ്അഡ്വാൻറ്റേജ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു ക്വസ്റ്റ്യൻ അവിടെ ഇട്ടാണ്. കാരോൻ്റെ അകത്ത് മൊത്തമുള്ള ക്ലോസുകളെല്ലാം നിങ്ങൾ 1, 2, 3, 4 മൊത്തം നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണോടാ. അവിടെ നിങ്ങൾക്ക് ഈ ക്ലോസ് ഇങ്ങനെ 2 എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊക്കെ പറയാൻ പറ്റണം. എന്തെങ്കിലും കോഡോ മറ്റോ ഉണ്ടാക്കി പഠിക്കുക. അപ്പോൾ ആദ്യം തന്നെ പ്രോപ്പർട്ടി പ്ലാന്റ് എക്യുപ്മെൻ്റ് ആണ്. സെക്കൻഡ് ഉള്ളത് ഇൻവെൻട്രി ആണ്. ഇവിടെ ഞാൻ ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഇട്ടാണ്. ജസ്റ്റ് ഞാനിത് ഇട്ടതിൻ്റെ ഒരു കാര്യം വെച്ചാൽ ഇത് ഇമ്പോർട്ടൻ്റ് ആയി എന്നുള്ളതല്ല. ഇവിടെ ജസ്റ്റ് 10%-നേക്കാൾ കൂടുതൽ ഡിസ്ക്രിപ്പൻസി ഉണ്ടെങ്കിൽ ഇൻവെൻട്രീനെ മെൻഷൻ ചെയ്യണമെന്നും 5 crore rupees മുകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് ഔട്ട് ചെയ്യണം എന്നുള്ള പോയിന്റാണ് ഇവിടെ മെൻഷൻ ചെയ്തത്. മോർ ദാൻ ദാറ്റ്, നിങ്ങൾ ഇതിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം വരുമ്പോൾ അതിൻ്റെ ക്ലോസ് മെൻഷൻ ചെയ്യാവുന്ന ലെവലിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? പ്രിപ്പയർ ചെയ്യണം. നിങ്ങളൊരു പേപ്പറിൽ ക്ലോസ് 1, 2, 3, 4 എന്നെല്ലാം പറഞ്ഞ് 21 വരെ കൃത്യമായിട്ട് റൈറ്റ് ചെയ്തിട്ട് അതെന്താണെന്ന് നോട്ട് ചെയ്യുക. ചെറിയ രീതിയിലെങ്കിലും അതിൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടി വരും. കാരണം ഒരു ക്വസ്റ്റ്യനെങ്കിലും ചിലപ്പോൾ ചോദിക്കാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. ഇഗൻ ഇൻവെൻട്രി ഞാൻ ഇവിടെ ഇട്ടത് ഇത് ഭയങ്കരമായി ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടല്ല, ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുമെന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ്. ദാറ്റ്സ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് നേരെ ചാപ്റ്റർ 9ലേക്ക് വന്നാൽ, പബ്ലിക് മണി ഷുഡ് നോട്ട് ബി യൂട്ടിലൈസ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് പെർട്ടിക്കുലർ പേഴ്സൺ ഓർ സെക്ഷൻ ഓഫ് ദ കമ്മ്യൂണിറ്റി. ലിസ്റ്റ് ഔട്ട് ദ എക്സംഷൻ. അപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ പബ്ലിക്കിൻ്റെ ഫണ്ട് ഏതെങ്കിലും ഒരാൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ പറ്റില്ല. എന്നാൽ അവിടെയും ചില എക്സംഷൻ ഉണ്ട്. ഉദാഹരണത്തിന് എന്തൊക്കെ എക്സംഷൻ? ഒന്ന്, ഇൻസിഗ്നിഫിക്കൻ്റ് ആയ ചെറിയൊരു എമൗണ്ടാണ്, കോടതി പറഞ്ഞാണ് ചിലവാക്കാൻ. ഇതൊരു കസ്റ്റമറി ആയിട്ട് കുറേ കാലമായിട്ട് എന്ത് ചെയ്യുന്നതാണ്. ആൻഡ് എമൗണ്ട് സച്ച് ആസ് ട്രാവലിംഗ് അലവൻസ് കാൻ ടു മീറ്റ് എക്സ്പെൻഡിച്ചർ ഓഫ് എ പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഷുഡ് ബി സോ റെഗുലേറ്റഡ് ദാറ്റ് അലവൻസസ് ആർ നോട്ട് എൻ ഹോൾ. ഓക്കെ, അതായത് നമുക്ക് ചില അലവൻസും കാര്യങ്ങളെല്ലാം കൊടുക്കാൻ വേണ്ടി പറ്റും. അല്ലാണ്ട് അത് ആ അലവൻസ് വെച്ചിട്ട് തന്നെ ഇവൻ കുറേ ലാഭം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് റെക്കമെൻഡേറ്ററി. സോ നിങ്ങൾ ഒരു പബ്ലിക് ഫണ്ട് എപ്പോഴാണ് ഒരു കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുക, അല്ലെങ്കിൽ പബ്ലിക് ഫണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂസ് ചെയ്യാൻ പറ്റും. യു ഫോക്കസ് മെയിൻലി ഓൺ ദ ഫസ്റ്റ് 3 points. ആൻഡ് ഫസ്റ്റ് 3 points എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇൻസിഗ്നിഫിക്കൻ്റ് ആയ ഒരു എമൗണ്ടാണ് നിങ്ങൾ കൊടുക്കുന്നുള്ളൂ, അപ്പോൾ അത് പ്രശ്നമല്ല. അപ്പോൾ അല്ലെങ്കിൽ കോടതി പറഞ്ഞത് കൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്തത്? അത് കൊടുത്തത്, അപ്പോൾ പ്രശ്നമല്ല. അല്ലെങ്കിൽ ഒരു കസ്റ്റമറി ആയിട്ട് കുറേ കാലമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്, അപ്പോഴും പ്രശ്നമല്ല എന്നാണ് പറയുന്നത്. ഒന്ന് റീഡ് ചെയ്ത് നോക്കിയാൽ ഐ ജസ്റ്റ് പുട്ട് ഇറ്റ് ഔട്ട് ടോപ്പ്. ഓക്കെ, പിന്നെ അതിൽ നമ്മൾ എപ്പോഴും നമ്മളൊരു പണം ചിലവാക്കുമ്പോൾ നമ്മളുടെ പേഴ്സണൽ പർപ്പസിന് വേണ്ടി നമ്മൾ എത്ര പൈസയാണോ ചിലവാക്കുന്നത് അതിനേക്കാൾ കൂടുതൽ പൈസ, അതായത് സാധാരണ നമ്മളിപ്പോൾ ഒരു യാത്ര പോകുന്നു, അപ്പം നമ്മൾ ശ്രദ്ധിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവില്ലേ, ആ ശ്രദ്ധ നിങ്ങളൊരു പബ്ലിക് ഫണ്ട് യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എക്സ്പെക്റ്റഡ് ആണ്. പ്രൊപ്രൈറ്ററി കോൺസെപ്റ്റാണ്. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ദ പ്രൊവിഷൻസ് ഓഫ് ക്വാളിഫിക്കേഷൻ ആൻഡ് അപ്പോയിൻമെൻറ്റ് ഓഫ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഓഡിറ്റർ. ഇവിടെ നിങ്ങൾ കുറച്ചും കൂടെ നിങ്ങൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ് അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഒന്ന്. മൾട്ടി സ്റ്റേറ്റ് ആകുമ്പോൾ മൾട്ടിപ്പിൾ സ്റ്റേറ്റിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റി. ഡിസ്ക്വാളിഫിക്കേഷനകത്ത് കുറച്ചൊരു നിങ്ങൾ ഓഡിറ്റേഴ്സിൻ്റെ ഡിസ്ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന പോയിന്റ് തന്നെയാണ് വരുന്നത്. ബോഡി കോപ്പറേറ്റീവ് ഓഫീസർ എംപ്ലോയി, അല്ലെങ്കിൽ എ പേഴ്സൺ ഹു ഇസ് എ മെമ്പർ ഓർ ഇൻ എംപ്ലോയ്മെൻറ്റ് ഓഫ് എൻ ഓഫീസർ. പിന്നെ 1000 rupees കൂടുതൽ ഇൻഡെപ്റ്റ്നെസ് ഉള്ള ഒരാളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഓട്ടോയിട്ട് അപ്പോയിൻ്റ് ചെയ്യാൻ പറ്റില്ല. ചോദിക്കാം, 4 മാർക്കോ അങ്ങനെ എന്തെങ്കിലും ചോദിക്കാം. വെരി സിമ്പിൾ. നെക്സ്റ്റ് പറയുന്നത് ബാങ്കിലേക്ക് പോവാ. ചാപ്റ്റർ നമ്പർ 10. ബാങ്ക്സ് എന്ത് ചോദിക്കും? സെക്യൂരിറ്റി ചോദിക്കും. അതിൽ കൊളാട്രൽ സെക്യൂരിറ്റി ഉണ്ട്, പ്രൈമറി സെക്യൂരിറ്റി ഉണ്ട്. പ്രൈമറി സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്?
നിങ്ങൾ ഒരു ഐറ്റത്തിന് വേണ്ടി ലോൺ എടുക്കുകയാണെങ്കിൽ ആ ലോണ് എന്തിനു വേണ്ടി എടുത്തത്? ഇപ്പം നിങ്ങളൊരു ഹോമിന് വേണ്ടി ലോൺ എടുത്തു, അപ്പം നമ്മൾ അതിനെന്ത് വിളിക്കും? പ്രൈമറി സെക്യൂരിറ്റി. എന്നാൽ ഹോം ലോണിന് ഹോം പോരാ, അതിന് കൂടെ നിങ്ങളുടെ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റും കൂടെ നിങ്ങൾ വെക്കണം എന്ന് പറയുന്ന നേരം അതിന് ആ രണ്ടാമതായിട്ട് എടുത്ത അഡീഷണൽ സെക്യൂരിറ്റി വിളിക്കുന്ന പേരാണ് എന്ത്? കൊളാട്രൽ സെക്യൂരിറ്റി. അപ്പോൾ വായിച്ചു നോക്കാം. ബാങ്ക് ആസ്ക് സെക്യൂരിറ്റി ഓർ കൊളാട്രൽ വൈ ലെൻഡിംഗ് ടു അഷ്വർ ദാറ്റ് ബോറോവർ വിൽ റിട്ടേൺ മണി ടു ബാങ്ക് ഇൻ പ്രിസ്ക്രൈബ് ടൈം. ബാങ്ക് ഹാവ് ലീഗൽ അതോറിറ്റി ടു സെൽ ദ കൊളാട്രൽ ടു റിക്കവർ ഇറ്റ്സ് മണി. അതിൽ പ്രൈമറി സെക്യൂരിറ്റി റെഫേഴ്സ് ടു സെക്യൂരിറ്റി ഓഫേർഡ് ബൈ ബോറോവർ ടു ബാങ്ക് ഫിനാൻസ് ഓർ ദ വൺ അഗെയിൻസ്റ്റ് വിച്ച് ക്രെഡിറ്റ് ഹാസ് ബീൻ എക്സ്റ്റെൻഡഡ്. അത് പ്രിൻസിപ്പൽ സെക്യൂരിറ്റിയാണ് പ്രൈമറി സെക്യൂരിറ്റി. ആ സമയത്ത് കൊളാട്രൽ സെക്യൂരിറ്റി ഇസ് ആൻ അഡീഷണൽ സെക്യൂരിറ്റി. സെക്യൂരിറ്റി ക്യാൻ ബി ഇൻ ഫോം ഓഫ് ടാഞ്ചിബിൾ ഓർ ഇൻടാഞ്ചിബിൾ, ഇമ്മൂവബിൾ ഓർ മൂവബിൾ വാട്ട്സോവർ. അപ്പോൾ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ലോൺ എടുത്തത് അതിന് നിങ്ങൾ പൈസ കൊടുക്കുന്നേരം നമ്മൾ പ്രൈമറി സെക്യൂരിറ്റി എന്ന് വിളിക്കും. നിങ്ങൾ അത് അഡീഷണൽ ആയിട്ട് നിങ്ങൾ ഇൻകർ ചെയ്യുന്ന എക്സ്പെൻസ് നമ്മൾ എന്ത് വിളിക്കൂടാ? കൊളാട്രൽ സെക്യൂരിറ്റി എന്നാണ് വിളിക്കുക. ഓക്കെ ആണോ? Engagement team discussion ordinarily includes a discussion of the matters such as errors that may be more likely to occur, errors which have been identified in prior years, method by which fraud might be perpetrated by bank personnel or others. അപ്പോൾ എന്താണ് അഡ്വാൻറ്റേജ് ഓഫ് എ ഡിസ്കഷൻ? അതായത് എൻഗേജ്മെൻറ്റ് ടീമുകൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ പരസ്പരം എന്ത് ഡിസ്കഷൻ നടത്തും? ഒരു ഡിസ്കഷൻ നടത്തും. അപ്പോൾ അങ്ങനെ ഡിസ്കഷൻ നടത്താനുള്ള ഗുണം എന്താണ് നോക്കാം. Specific emphasis would be provided to the susceptibility of the bank's financial statement due to fraud, enables engagement team to consider appropriate response to fraud risk, including those related to risk, engagement risk, pervasive risk and specific risk. അപ്പോൾ അവിടെ എന്തെങ്കിലും ഫ്രോഡോ കാര്യങ്ങളോ ഉണ്ടോ, അല്ലെങ്കിൽ ഫ്രോഡോ കാര്യങ്ങളോ വരാനൊരു പോസിബിലിറ്റിയോ ചാൻസോ കാര്യങ്ങളോ ഉണ്ടോ, അതിനെ നമുക്ക് എങ്ങനെയാണ് അതിനു വേണ്ടി പ്രിപ്പയർഡ് ആവാൻ വേണ്ടി പറ്റുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ എന്ത് ഹെൽപ്ഫുൾ ആയിരിക്കും? എൻഗേജ്മെൻറ്റ് ടീം ഒരു ഡിസ്കഷൻ നടത്തുന്നതിനെ കൊണ്ട് എന്തായിരിക്കും ഇങ്ങനെ ഹെൽപ്ഫുൾ ആകും എന്നാണ് പറഞ്ഞത്. ഇറ്റ് ഫർദർ ഇനാബിൾസ് ഹോട്ട് എൻഗേജ്മെൻറ്റ് പാർട്ണർ ടു ഡെലിഗേറ്റ് വർക്ക് ടു എക്സ്പീരിയൻസ്ഡ് ആൻഡ് എൻഗേജ്മെൻറ്റ് ടീം മെമ്പേഴ്സ്. അതായത് ഇൻ കേസ് നിങ്ങൾ അവിടെ ഒരു ഫ്രോഡോ മറ്റ് കാര്യങ്ങളോ കണ്ടു, എൻഗേജ്മെൻറ്റ് വൺസ് അഗൈൻ എൻഗേജ്മെൻറ്റ് റിസ്ക് എന്നെല്ലാം പറഞ്ഞാൽ റെപ്യൂട്ടേഷണൽ ഡാമേജ്. ഇപ്പോൾ ഒരു ബാങ്കിന് അഗെയിൻസ്റ്റ് എന്തെങ്കിലും ഒരു ഫ്രോഡ് അലിഗേഷൻ വന്നു, ഇപ്പോൾ ഒരു റെപ്യൂട്ടേഷൻ ഇഷ്യൂ, അതാണ് എൻഗേജ്മെൻറ്റ് റിസ്ക്. പർവസി എന്നെല്ലാം പറഞ്ഞാൽ സ്പ്രെഡ് ആയിപ്പോയി, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള റിസ്ക് ആണ്. ആൻഡ് ലാസ്റ്റ് സ്പെസിഫിക് റിസ്ക് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക്കലി ഇതിൻ്റെ ഗോൾഡ് ലോണിൽ മാത്രം ഒരു പ്രശ്നമുണ്ട്, അല്ല ഇന്ന ബ്രാഞ്ച് മാത്രം പ്രശ്നമുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ. എനിവേ എൻഗേജ്മെൻറ്റ് ടീം മെമ്പേഴ്സിൻ്റെ അടുത്ത് നമുക്ക് എക്സ്പീരിയൻസ്ഡ് ആളെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, പ്രൊവൈഡ് ഇഫ് ദർ ഇസ് എ ഫ്രോഡ് ഇൻവോൾവ്. Further, audit engagement partner may review need to involve specialists to address the issues relating to fraud. In case നമുക്കൊരു സ്പെഷ്യലിസ്റ്റിനെയോ മറ്റോ കൊണ്ടുവരണമെങ്കിൽ അത് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, എടുക്കാം. അപ്പോൾ എന്താണ് എൻഗേജ്മെൻറ്റ് ടീം ഡിസ്കഷൻ, ആരാണ് എൻഗേജ്മെൻറ്റ് ടീം ഡിസ്കഷൻ നടത്തുക, എന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജ്, മൂന്ന് നോക്കുന്നത് ബെറ്റർ ആയിരിക്കും. നെക്സ്റ്റ്, CSME is acting as concurrent auditor of a branch of Prestige Bank, nationalized bank located in Mumbai. Assignment started from 1st October 2024 for the period of 1 year. By virtue assignment, she is required to issue monthly reports on different aspects of functioning of branch including deposit, advance and housekeeping. At the end of March 25, she has got an offer to conduct statutory audit of 2 branches. അങ്ങനെയാണെങ്കിൽ അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഓൾറെഡി ഇന്റേണൽ ആയിട്ടുള്ളൊരു വർക്ക്, കൺകറന്റ് ആയിട്ടുള്ളൊരു വർക്ക് നിങ്ങൾ ഓൾറെഡി എടുക്കുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്കൊരു സ്റ്റാറ്റുട്ടറി വർക്കും കൂടെ എന്ത് ചെയ്യാൻ പറ്റൂല, അക്സെപ്റ്റ് ചെയ്യുന്നത് പോസിബിൾ അല്ല. In the given situation, CSME has undertaken concurrent audit assignment of Prestige Bank, which is in the nature of internal assignment. In accordance with the RBI, statutory audit assignments should not be undertaken by auditors while being associated with the internal assignments in bank during the same year, like a concurrent audit. As SIMI is associated with the Prestige Bank as a concurrent auditor, she should not accept the statutory auditors. അതായത് നമ്മൾ സെക്ഷൻ 144 ഒക്കെ പറഞ്ഞില്ലേ, ഓഡിറ്റർ നോട്ട് അണ്ടർ സർട്ടൻ സർവീസസ്, നമ്മൾ ചില സർവീസുകൾ ഓൾറെഡി കൊടുക്കുന്നുണ്ട്. അന്നേരം നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, അതിൻ്റെ ഒരു സ്റ്റാറ്റുട്ടറി വർക്ക് എടുക്കുന്നത് ഉചിതമാണെന്ന് തോന്നുന്നില്ല എന്നാണ് ആൻസർ പറയുന്നത്. Now moving on to the final chapter. അവിടെ നമുക്ക് പഠിക്കാനുള്ളത് എത്തിക്സ്. എത്തിക്സ് കൃത്യമായിട്ട് പഠിക്കുക. എന്താണ് എത്തിക്സ്, എന്താണ് റൂൾ ബേസ്ഡ് എത്തിക്സ്, എന്താണ് പ്രിൻസിപ്പിൾ ബേസ്ഡ് എത്തിക്സ്, എന്താണ് ഇൻഡിപെൻഡൻസ്, എങ്ങനെയാണ് ഇൻഡിപെൻഡൻസ് സേഫ് ഗാർഡ് ചെയ്യേണ്ടത്, എന്തൊക്കെ ത്രെറ്റുകളാണ് ഇൻഡിപെൻഡൻസിനുള്ളത്, പ്രൊഫഷണൽ സ്കെപ്റ്റിസം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതൊക്കെ പഠിക്കുക. SA 210 നന്നായിട്ട് പഠിക്കുക. SA 210ൻ്റെ അകത്ത് വോട്ട് എൻഗേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഏതൊക്കെ സിറ്റുവേഷനിലാണ് നമ്മൾ പുതിയ വോട്ട് എൻഗേജ്മെൻറ്റ് ലെറ്റർ കൊടുക്കേണ്ടത് എന്നൊക്കെ നമ്മൾ പഠിക്കുക. 220ൻ്റെ അകത്ത് ക്വാളിറ്റി ഓഫ് ദ വർക്ക് ആണെങ്കിൽ SQC1ൻ്റെ അകത്ത് ക്വാളിറ്റി ഓഫ് ദ ഫേം നന്നായിട്ട് പഠിക്കേണ്ട, ഏറ്റവും ഫസ്റ്റ് ഏറ്റവും വൃത്തിക്ക് പഠിക്കേണ്ട ചാപ്റ്ററായിരിക്കും ചാപ്റ്റർ നമ്പർ 11. ബ്രീഫ്ലി ഔട്ട്ലൈൻ ഹൗ പ്രിൻസിപ്പൽ ബേസ്ഡ് അപ്രോച്ച് ഡിഫർ ഫ്രം റൂൾ ബേസ്ഡ് അപ്രോച്ച്. പ്രിൻസിപ്പൽ ബേസ്ഡ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എത്തിക്സ് കൂടുതലുള്ള, അതായത്
നമ്മൾ ചിലപ്പോൾ റൂൾ തെറ്റിക്കും, പക്ഷേ നമ്മൾ എത്തിക്സ് കാത്തു സൂക്ഷിക്കും. അതിന് ആംബുലൻസ് ഡ്രൈവർ ചിലപ്പോൾ റോങ് റൂട്ടിലൂടെയൊക്കെ പോകും, ചിലപ്പോൾ വലതുവശത്തു കൂടെ ഒക്കെ പോകും, ചിലപ്പോൾ സിഗ്നൽ തിരിച്ചൊക്കെ പോകും. കാരണം അയാളുടെ ഉദ്ദേശം എന്താണ്, ഈ ഒരു വാഹനത്തിലുള്ള രോഗിയെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തുക, ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ് അയാളുടെ ഉദ്ദേശം. അപ്പോൾ ആ ഉദ്ദേശത്തിനാണ് അവിടെ പ്രാധാന്യം, rather than following rules. അതേസമയത്ത് റൂൾസ് സ്ട്രിക്ട്ലി ഫോളോ ചെയ്യുന്ന ആളാണ് ഞാൻ റൂൾസ് ഫോളോ ചെയ്യാനായിട്ട് ബാക്കി കാര്യങ്ങളുള്ളൂ എന്ന് നോക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ ഫോളോ ചെയ്യുന്ന എത്തിക്സ് ആണ് എന്ത്, റൂൾ ബേസ്ഡ് എത്തിക്സ്. ദിസ് ഇസ് എ വെരി ബേസിക് ക്വസ്റ്റ്യൻ, മെനി വുഡ് ഓൾറെഡി നോ. നന്നായിട്ട് പഠിക്കുക. നെക്സ്റ്റ്, ഓക്കെ. A chartered accountant is conducting audit of a client for last 2 years. Before proceeding to start audit for the next year, he noticed there is substantial change in management. Besides, client has ventured into areas of business activity which were not present at time of accepting initial engagement. Discuss the responsibility. നമ്മൾ പുതിയൊരു എൻഗേജ്മെൻറ്റ് അയച്ചു കൊടുക്കണം, കാരണം ആദ്യം ഉള്ളതിനേക്കാൾ കൂടുതൽ വർക്ക് വന്നല്ലോ. അപ്പോൾ യു ക്യാൻ സെൻഡ് റിന്യൂ ആൻഡ് സെൻഡ് ന്യൂ എൻഗേജ്മെൻറ്റ് ലെറ്റർ. എപ്പോഴൊക്കെ എടുക്കാൻ പറ്റുന്നത്, ക്ലയൻറ്റ് ഹാസ് മിസ്അണ്ടർസ്റ്റുഡ് ദ ഒബ്ജക്റ്റീവ്, റിവിഷൻ ബൈ വേ ഓഫ് അഡീഷൻ, ഡിലീഷൻ ഓർ മോഡിഫിക്കേഷൻ ഇസ് റിക്വയർഡ്. CCWGയിലെ ഓണേഴ്സിലോ എന്ത് വന്നു, ചേഞ്ച് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ if the scope, terms of engagement need to be altered because changes had occurred in nature, volume of the business of the client. Business of the client alle volume കൂടി. And also if there is it is necessary to modify our approach to be in line with latest pronouncement of ICICയിൽ പുതിയ എന്തെങ്കിലും റൂളോ മറ്റു കാര്യങ്ങളോ വന്നു, അപ്പം നമ്മൾ എന്താണോ ഇതുവരെ ചെയ്തത് അതിനേക്കാളും മാറ്റിയിട്ട് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ചെയ്തത് ചാപ്റ്റർ നമ്പർ 1 മുതൽ 11 വരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു 31 ക്വസ്റ്റ്യൻ പ്ലസ് 4 ക്വസ്റ്റ്യൻ MCQ, ദാറ്റ് ഈസ് 35 ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ഫോർ സെപ്റ്റംബർ 26 അറ്റംപ്റ്റ്സ് ആൻഡ് ഓൺവേർഡ്സ് ആണ് നമ്മളിപ്പോൾ ചെയ്ത കാര്യം. അപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞ കാര്യം റിപ്പീറ്റ് ചെയ്യാം. മാക്സിമങ്ങൾ കോൺസെപ്റ്റിൽ ക്ലാരിറ്റി ഉണ്ടാക്കുക. രണ്ടാമതായിട്ട് ഇതുപോലെയുള്ള ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും പ്രാക്ടീസ് ചെയ്യാം. മൂന്നാമതായിട്ട് കേസ് സ്റ്റഡി ബേസ്ഡ് ആയിട്ടുള്ള MCQs മാക്സിമം ചെയ്യാം. നാലാമതായിട്ട് ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് നന്നായിട്ട് ചെയ്യുക. ഈ 4 കാര്യങ്ങളും ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും ഓഡിറ്റിംഗ് പാസ്സാവാൻ പറ്റും, എക്സാംസിന് അടിക്കാൻ പറ്റും, ഈവൺ എബോവ് 80 മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. ഈ വീഡിയോ കാണുന്ന കുട്ടികൾക്കൊക്കെ അതിന് പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് I am signing off. See you soon, somewhere around, maybe in CA final. ഓക്കെ, അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് മക്കളെ. ഇനിയും ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. സോ കീപ് ഫോളോയിങ് us for more contents, and thank you for watching, thank you for listening. All prayers, thank you. See you in the answer signing.